ഹലോ. അപ്പോൾ നമ്മുടെ ചാനൽ 1200 പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ താങ്ക്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു ലൈലാബി ചിക്കൻ. ഈ ലൈലാബി ചിക്കൻ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. കാരണം ഈ ചിക്കന് ഞാൻ തന്നെ പേരിട്ടതാണ് ലൈലാബി ചിക്കൻ. കാരണം ഈ ഒരു ഐറ്റം ഞാൻ വീട്ടിൽ ഒരുപാട് തവണ ഉണ്ടാക്കിന്. എനിക്ക് തന്നെ അറിയില്ല ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസൊക്കെ എങ്ങനെ ഇടുന്നതാണോ ഒന്നും അറിയില്ല. ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയും തക്കുടുക്കുട്ടനായ ഈ ചിക്കനെ നമ്മളൊരു പേരിട്ടിട്ടില്ലെങ്കിൽ ചിക്കൻ്റെ വിഷമാവൂലേ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് പറഞ്ഞേണ്ടേ എന്ന് കരുതിയിട്ടാണ് ഞാൻ തന്നെ ഐശ്വര്യമായിട്ട് പേരങ്ങിട്ടത്. അപ്പോൾ നമ്മളെ ലൈലാബി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഇതിൽ ഞാൻ എഴുതി കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ചിക്കനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഈ പൗഡേഴ്സൊക്കെ ഇടുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ സ്ക്വീസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്യുക, നന്നായിട്ട് കുഴക്കുക. അപ്പോൾ ഇത് ഏകദേശം എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും ഈ ഒരു റെസിപ്പി സൂട്ടായി പോകും. ഞാനധികം ഉണ്ടാക്കലുണ്ട്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആകുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, പാളിപ്പോവില്ല, ഗോഡ് പ്രോമിസ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ചിക്കന് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യണം. അപ്പോൾ തലേന്നത്തെ രാത്രി തന്നെ ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പാത്രം എടുത്ത് അതിലേക്ക് ബട്ടർ യൂസ് ചെയ്താൽ ഏറ്റവും ബെറ്റർ. ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിലും അല്ലെങ്കിൽ വെളിച്ചെണ്ണ. അതിലേക്ക് നമ്മുടെ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കന് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. അപ്പോൾ അത് അവിടെ നിന്നാവട്ടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അത് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെയും മൂടി വെക്കുക. അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ ഐറ്റംസും സാലഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ചില്ലി, മക്രോണി വേവിച്ചത്, ഓണിയന്, ടൊമാറ്റോ, ചില്ലി ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ കസിൻ്റെ ഇല, പിന്നെ മയോണീസ. ഇതിൽ പൊട്ടാറ്റോ വേവിച്ചത് ഇടുന്നത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാലഡ് മേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ സാലഡ് റെഡിയായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹുമ്മൂസിലേക്ക് കിടക്കാം. ഞാനിവിടെ യൂസ് ചെയ്തത് ഫ്രോസൻ്റെ വൈറ്റ് കടല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോസൺ വൈറ്റ് കടല കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ട് കുക്കറിൽ വേവിച്ചിട്ടുള്ള വൈറ്റ് കടല യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് തഹീനി പേസ്റ്റ്, പിന്നെ അതിൽ 2 ഗാർലിക്ക്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ അതിൻ്റെ ശേഷം ഒലീവ് ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയും യൂസ് ചെയ്യണം. വിനാഗിരി യൂസ് ചെയ്യുന്നത് ക്യാമറയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഹുമ്മൂസ് റെഡിയായി. സെർവ് ചെയ്തിട്ടുള്ളത് പിന്നെ കാണിക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇത് മറന്നൂറ്. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ച ഈ ചിക്കനെ നന്നായിട്ട് നോക്കുക, അതിൻ്റെ വെള്ളമൊക്കെ വറ്റീനോന്ന് നന്നായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് മറിച്ചിടുക. എല്ലാ ഭാഗത്തും ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ
ഈ ഒരു ഓയിലിൻ്റെ ഒത്ത് തന്നെ, ഈ ഒരു ബട്ടറിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ മസാലകൾ ആഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇടുക. അതിൻ്റെ അകത്ത് ക്യാപ്സിക്കം ഇട്ടിന്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ഗരം മസാല, മെയിൻ എപ്പോഴും ഇടുന്ന പോലെ തന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൗഡേഴ്സ് വെച്ചിട്ട് ചെയ്യാം. കാരണം ഞാൻ കണ്ട എല്ലാ പൊടികളും ഇട്ടിട്ട് ഒരൈറ്റം ഉണ്ടാക്കിയതാണ്. അബദ്ധവശാൽ അതങ്ങ് ക്ലിക്കായി. അതന്നെ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തൈര്, കേട്, നല്ല കട്ട തൈര് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കനില്ല അത് അതിൻ്റെ അകത്തേക്ക് ഇടുക. ഇട്ടതിൻ്റെ ശേഷം നമ്മുടെ മസാലയില്ലേ താഴത്തുള്ള അതൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് വെക്കാം. മാക്സിമം അതിനെ കവർ ചെയ്യുക. അപ്പോൾ അതൊക്കെ മാക്സിമം അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് അതിന് മേലേക്ക് ആക്കിയിട്ട് നമുക്കതെന്ത് ചെയ്യാം, മൂടി വെക്കാം. അതവിടെ നിന്നാവട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തതിൻ്റെ ശേഷം നമുക്കിത് മറിച്ചിടണ്ടേ, അപ്പുറത്തെ ഭാഗം ആവണ്ടേ. അപ്പോൾ പിന്നെ കുറച്ചും കൂടി നീര് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു താഴേക്ക്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, മറിച്ചിടുക. ആ ഇതെന്താ അപ്പം ആവാത്തേ? അയക്കില്ലേ, ഇപ്പം ശരിയാക്കാം. ഇങ്ങനെ നേരത്തൊക്കെ മറിച്ചിട്ടിനല്ലോ, ഇതെന്താ പയ്യന് കനം കൂടിയ? പോരട്ടെ. ഇപ്പോൾ ഞാനിത് മറിച്ചിട്ടിട്ട് വരാം. എൻ്റെ മറ്റേ കയ്യിലാണ് ക്യാമറ ഉള്ളത്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് സാഹസികപരമായി മറിച്ചിട്ട് അപ്പോൾ നേരത്തെ അതേ പ്രോസസ്സ് തന്നെ ചെയ്തിട്ട് നമ്മളെ ലൈലാബി ചിക്കൻ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് മല്ലി ഇലയിലിട്ടിട്ട് ഒന്ന് അതങ്ങ് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ലൈലാബി ചിക്കൻ റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കുക. ഞാനിപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് കുബൂസോ ദോശയോ പത്തിലോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.